BJPയുടെ 8 പഞ്ചായത്ത് മെമ്പർമാരുള്ള നെടുവത്തൂർ പഞ്ചായത്തിലെ ആ ബൂത്തുകളിൽ എങ്ങനെയാണ് ബാലഗോപാൽ ലീഡ് ചെയ്തത്? അവിടെയൊക്കെ 3ാം സ്ഥാനത്താണ് BJP പോയത്. 2ാം സ്ഥാനത്ത് ഞങ്ങൾ വന്നു. 2ാം സ്ഥാനത്ത് UDF ആണ്, 3ാം സ്ഥാനത്താണ് BJP ആ ബൂത്തുകളിൽ. എങ്ങനെയാണ് BJP അവിടെ 3ാം സ്ഥാനത്ത് പോയത്? BJPയുടെ വോട്ട് എന്തുകൊണ്ട് പഞ്ചായത്തിൽ 8 മെമ്പർമാർ ജയിച്ച 8 മെമ്പർമാർ ജയിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന നെടുവത്തൂർ പഞ്ചായത്തിൽ BJPയുടെ വോട്ടോടെ പോയി? 8 പഞ്ചായത്ത് മെമ്പർമാരുടെ ബൂത്തുകളിൽ അവർക്ക് ലഭിച്ച വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഐഷ പോറ്റിയുടെ വിജയത്തെ തടയാൻ വലിയ ഡീല്, സാമ്പത്തികമായ ഡീലാണ്. വലിയ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഇവിടെ മാത്രമല്ല, കൊട്ടാരക്കരക്കകത്ത് BJP LDFിനെ സഹായിച്ചാൽ, അല്ലെങ്കിൽ ബാലഗോപാലിനെ സഹായിച്ചാൽ, ചാത്തന്നൂരിൽ BJPയെ സഹായിക്കുവാനുള്ള ധാരണയുണ്ടായി. ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാം. ആദിച്ചനല്ലൂർ പഞ്ചായത്ത്, ചാത്തന്നൂരിലെ ആദിച്ചനല്ലൂർ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയായി അവിടെ വിജയിച്ച ഗോപകുമാർ 4000-ഓളം വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുകയാണ്. അവിടെ LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ CPI മത്സരിച്ച ചാത്തന്നൂർ അസംബ്ലി മണ്ഡലവും BJPയെ ജയിപ്പിക്കാൻ അതിന് പകരം കൊട്ടാരക്കരയിൽ ബാലഗോപാലിന് BJPയുടെ വോട്ട് കൊടുക്കാൻ ഉണ്ടായ ഒരു ധാരണ, അത് വോട്ടിന്റെ നെടുവത്തൂരിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് CPM തമ്മിൽ നടത്തിയിട്ടുണ്ട്. മന്ത്രിയും മന്ത്രിയുടെ ജ്യേഷ്ഠനായ കോൺട്രാക്ടർ ഈ ഡീലിന്റെ ഭാഗമായി മാറി. ഇതിൽ ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് മന്ത്രിക്ക് വേണ്ടി, മന്ത്രിയുടെ MLA സ്ഥാനം നിലനിർത്താൻ വേണ്ടി ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈ പണാധിപത്യത്തിന്റെയും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കരയിൽ ഞങ്ങൾക്ക് നേരിയ മാർജിനിൽ നോക്കേണ്ടി വന്നത്.